ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് അത്തം നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് അത്തം നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് ഇവിടെ നമ്മൾ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ അത്തം നക്ഷത്രക്കാർക്ക് ഈ 2025 ആണ്ട് ജൂൺ മാസം ഗുണദോഷ സംവത്സരമായിട്ട് കാണുന്നു. അതിൽ ഗുണഫലം ഏറിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ചതുർഗ്രഹ യോഗം കാണുന്നുണ്ട് ഈ മാസം. അതുകൊണ്ട് തന്നെ കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാവും. നിങ്ങൾക്ക് കോടതി വ്യവഹാരങ്ങളിലൊക്കെ അനുകൂല വിധി പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്കും ഗുണകരമാണ്. വിദ്യാഭ്യാസ രംഗത്ത് നേട്ടത്തിൻ്റെ കാലം തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ ആരോഗ്യം മോശമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ നല്ലൊരു ഡോക്ടറെ കണ്ട് മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അതല്ല എങ്കിൽ അനാരോഗ്യം രോഗം മൂർച്ഛിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ സാമ്പത്തിക ബാധ്യത വരുത്തി വെക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറണം. അതല്ല എങ്കിൽ അത് വലിയ കടക്കെണിയിൽ നിങ്ങളെ കൊണ്ട് ചെന്ന് എത്തിക്കുന്നതാണ്. നിങ്ങൾ നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ ഉറ്റ സുഹൃത്തുക്കളുമായിട്ട് അകന്ന് കഴിയേണ്ട ഒരു സാഹചര്യം കാണുന്നുണ്ട്. തൊഴിൽ തർക്കങ്ങൾ ഒരുവിധം നിങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ്. പിതൃ സ്വത്തുക്കൾ കൈവശം വന്നു ചേരുന്നൊരവസ്ഥ ഉണ്ടാകുന്നതാണ്. ഭൂമി സംബന്ധമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ ഒരുവിധം പരിഹരിക്കപ്പെട്ട് കിട്ടുന്നതാണ് ഈ സമയത്ത്. ലഭിക്കേണ്ട സഹായത്തിന് കാലതാമസം തീർച്ചയായിട്ടും ഉണ്ടാകും. പലയിടത്തു നിന്നും ലഭിക്കേണ്ട ധനപരമായിട്ടുള്ള സഹായത്തിനുമൊക്കെ കാലതാമസം നേരിടുന്നതാണ്. ബാങ്കിൽ നിന്നുള്ള ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ അനാവശ്യ കാലതാമസം ഉണ്ടാകുന്നതാണ്. ക്രിമിനലൊക്കെ ഉണ്ടാകുന്നതാണ്. സ്ഥാനമാനങ്ങളും പദവിയും നിലനിർത്താൻ വേണ്ടി നിങ്ങൾ നന്നായിട്ട് പ്രയാസപ്പെടേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് ജൂൺ മാസം. നിങ്ങൾ ഭൂമി ഇപ്പോൾ ഗൃഹത്തോടനുബന്ധിച്ചുള്ള ഭൂമി വാങ്ങാനുള്ള യോഗം കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു നിരാശാബോധമുണ്ടെങ്കിലും അത് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുകയില്ല. നിങ്ങൾക്ക് മനസ്സിലൊരു നിരാശാബോധം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുകയില്ല. സമൂഹത്തിൽ മാന്യത നേടാനായിട്ട് നിങ്ങൾ അഹിതങ്ങളായ പലതും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതാണ് ഈ മാസം. ജീവിതത്തിലെ കണക്കുകളൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ ലാഭത്തെക്കാളേറെ നഷ്ടങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ഈശ്വര ചിന്തകളൊക്കെ ഈ സമയത്ത് ജൂൺ മാസം കൂടുതലായിട്ട് കാണുന്നു. കൃഷിയിൽ നിന്നും നിങ്ങൾക്ക് നേട്ടമുണ്ടാകുന്ന സമയമാണ്. രോഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനമുണ്ടാകുന്ന സമയമാണ്. ജീവിത പങ്കാളിയിൽ നിന്നുണ്ടാകുന്ന അഹിതങ്ങളായ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് മനക്ലേശത്തിന് ഇട നൽകുന്നതാണ്. മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഈ ജൂൺ മാസം അവസാനത്തോടുകൂടിയാകുമ്പോൾ ഉണ്ടായി വരുന്ന ചില അവസ്ഥകൾ കാണുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ മാനസിക പിരിമുറുക്കത്തിനും ഇപ്പോഴുള്ള നിലവിലുള്ള ദോഷഫലങ്ങളുടെ കാഠിന്യം കുറക്കാനും ഒക്കെ ആയിട്ട് വെള്ളിയാഴ്ചകളിൽ വിഘ്നേശ്വര ഭഗവാന്റെ പ്രീതി നേടേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ വിഘ്നേശ്വര ഭഗവാന്റെ ക്ഷേത്രം ദർശിക്കുക, വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. ഭഗവാൻ 21 നാരങ്ങ കോർത്ത മാല സമർപ്പിക്കുക, ചാർത്താൻ സമർപ്പിക്കുക, കറുകപ്പുല്ല് സമർപ്പിക്കുക, പാലഭിഷേകം നടത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാന്റെ കാരുണ്യത്താൽ ഏറെക്കുറെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായി പോകും. അതോടൊപ്പം തന്നെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാനായിട്ട് ശിവക്ഷേത്രത്തിൽ ഭഗവാന് ധാര അഘോരമന്ത്രാർച്ചനയൊക്കെ ചെയ്യുന്നതും ഗുണകരമാണ്. ഭഗവാന്റെ വില്ലുപത്രം ഭഗവാന് കൊടുക്കുക, കൂളമാല കൊടുക്കുക ഒക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാലം ഒരുവിധം അനുകൂലമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. ഭഗവാന്റെ കാരണത്താൽ നല്ലൊരു സമയമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.